കൈതക്കാട് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വ്യക്തിത്വ വികസന ക്ലാസും ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ആർ.ജെ. ശരത്, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ടി.എൻ. ഗോപാലകൃഷ്ണൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഞായറാഴ്ച കരയോഗ മന്ദിരത്തിൽ നടന്ന പ്രോഗ്രാമിൽ നിരവധി പേർ പങ്കെടുത്തു. കൈതക്കാട് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി വ്യക്തിത്വ വികസന ക്ലാസും ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ഞായറാഴ്ച കരയോഗ മന്ദിരത്തിലായിരുന്നു പ്രോഗ്രാം. സതി പ്രഭാകരൻ ഈശ്വര പ്രാർത്ഥനയും ആചാര്യവന്ദനവും നടത്തിയതോടെ പരിപാടികൾ ആരംഭിച്ചു. കരയോഗം സെക്രട്ടറിയും കുന്നത്തുനാട് താലൂക്ക് യൂണിയൻ മെമ്പറുമായ MG പ്രദീപ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ഒരു കവിയുടെ രാജീവ് ആലിങ്കൽ, നിങ്ങളെ കേട്ടിട്ടുണ്ടാവും. രാജീവ് ആലിങ്കൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എനിക്ക് ആ പ്രസംഗം കേട്ടപ്പോൾ ആ പ്രസംഗം ഒന്ന് ഇവിടെ അവതരിപ്പിക്കാൻ വച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഞാനും പ്രതിദിനം ഒരു ദിവസം ഇവിടെ ഇരുന്ന് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ ദിവസം കണക്കാക്കി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ എനിക്കങ്ങനെ സൗകര്യമില്ല, ഞാൻ ചൈനയിൽ പോവുകയാണ്, വരില്ല. അവിടെ കേൾക്കണ്ടോ? അപ്പോൾ ഞങ്ങൾ ഏതായാലും ആരെങ്കിലും നമ്മളിതിൽ സംബന്ധിപ്പിക്കാന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ അരക്കപ്പുഴയിൽ വെച്ച് ശരത്തിന്റെ പരിപാടി കാണുവാനിടയായി. അത് ഞങ്ങളിവിടെ വളരെയും ഹഠാത് ആകർഷിച്ച ഒരു പരിപാടിയാണ്. എന്നാൽ അദ്ദേഹത്തോട് അപ്പം തന്നെ പറയുക, അങ്ങനെ ഒരു പരിപാടി നടത്തണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഏറ്റു. അങ്ങനെ ആദ്യം ആ പരിപാടി വെച്ചു. അത് നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, ഇത് നടത്തുമ്പോൾ വേറൊരു കാര്യങ്ങൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. കുട്ടികൾക്ക് പ്രചോദനമായിട്ട് മറ്റുള്ള വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാനുള്ള ഒരു അവസരം ഒരുക്കണമെന്നുള്ളൊരു ആഗ്രഹപ്രകാരമാണ് അങ്ങനെ ഞങ്ങളെ എക്സൈസ് ഓഫീസർ അന്വേഷിക്കുകയും ഇന്ന് ലഹരി വിരുദ്ധത്തിന് മുക്തി അവർ നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. ലഹരി വിരുദ്ധത്തിന് അതിനൊരു ക്ലാസ് നടത്തണം, അത് തീരുമാനിച്ചു. കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന ലഹരി വിരുദ്ധ ക്ലാസിന് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ TL ഗോപാലകൃഷ്ണൻ നേതൃത്വം നൽകി. മറ്റു രീതിയിൽ ചതിക്കുഴികളുമാണ്. ഒരു കാരണവശാലും മിസ്ഡ് പോയി വന്നാലൊന്നും നമ്മൾ എടുക്കരുത്. ഇട്ട് നോക്കണേ, ഗെയിമിന്റെ കുറച്ചൊന്നും ഇട്ട് നോക്കണേ. അതൊരു ഫ്ലാറ്റൊക്കെ പോകുമ്പോ നാരങ്ങാവെള്ളം ജ്യൂസൊക്കെ തരും, നമ്മൾ കുടിക്കരുത്. എല്ലാവരും അങ്ങനെയാണെന്ന് പറഞ്ഞാൽ മക്കളോടൊക്കെ പറയും, പൊന്നു മക്കളെ ലിഫ്റ്റ് കിട്ടിയൊന്നും പോകരുത്. സ്കൂൾ വിട്ടാൽ വീട്ടിൽ ബസ്സിൽ പോകുക, അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൽ ലിഫ്റ്റ് കിട്ടും കാണുമ്പോഴേ അവയവക്കടത്തുമായിട്ട് ഇപ്പൊ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ഒന്ന് ചിന്തിച്ച് നോക്കണം. സാധ്യതയുള്ള കേരളത്തിലെ അവയവക്കടത്തേ എത്ര കോടികളാണെന്ന് പറയാമോ, ഒന്ന് ചിന്തിച്ചു നോക്കണം. അപ്പോൾ എത്ര പോലീസ് എത്ര എക്സൈസ് ഒക്കെ വന്നു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ സ്ഥിരം നമ്മുടെ നാട്ടില് നടന്നുകൊണ്ടിരിക്കും. അതുമായിട്ട് അകലം പാലിച്ച് മക്കളെ, അതുമായിട്ട് അകലം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനേ നമുക്ക് പറ്റൂ. കാര്യം എക്സൈസ് ഓഫീസർ പിടിക്കുന്ന കുട്ടികള് 10 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികള്, +2 ഡിഗ്രി ഉള്ള 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ്. കാര്യം നിങ്ങളുടെ കൗമാരപ്രായമാണ്, ശരിയാണ്. പക്ഷേ വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായേ പറ്റൂ. ഉച്ചയൂണിന് ശേഷം 2 മണിയോടെ റെയിൻബോ FM ജോക്കിയും മെന്റലിസ്റ്റും ഹിപ്നോട്ടിസം അധ്യാപകനുമായ R.J. ശരത് വ്യക്തിത്വ വികസന ക്ലാസ് നയിച്ചു. എന്റെ UKG-കാരനായ സൽപുത്രൻ രാത്രി 9:30 മണിക്ക് മറ്റൊരു മിഠായില്ലേ, ഉണ്ട മിഠായി, മറ്റേ കുണ്ടറ ജോയി അപ്പൊ 9:30 മണിക്കും ഈ കിണ്ടർ ജോയിനെ കൊണ്ടുവരാൻ അച്ഛൻ പോകും. അഴപ്പുള്ള സെക്രട്ടറിയെ കൊണ്ടുവരാൻ പോകും ഈ മനുഷ്യൻ അല്ലേ. അപ്പൊ നമുക്ക് തരാതിരുന്ന പലതും ഇപ്പോഴും ഓർമ്മയുണ്ട്. നല്ല മീൻ പൊരിക്കണ വാസന, മറ്റേ നാഗവല്ലി പോലെ ഇങ്ങനെ അടുക്കളയിലേക്ക് വിളിക്കും, കടിച്ചു പിടിച്ചിരിക്കും. അമ്മ കുളിക്കാൻ പോയെന്ന് അറിയുമ്പോ ഈ മീനൊക്കെ ഇങ്ങനെ കട്ടി നിന്ന് ചട്ടി വെക്കുമ്പോഴേക്കും ബാഹുബലി സിനിമയിൽ അമ്പ് പോണ പോലെ ചട്ടം ഇങ്ങനെ പോകും. അവിടെ അതേ അമ്മ. ചടങ്ങിൽ NSS കുന്നത്തുനാട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി രാജഗോപാൽ, താലൂക്ക് യൂണിയൻ മെമ്പർ മണിയപ്പൻ എന്നിവർ 50ഓളം കുട്ടികൾക്കായുള്ള പഠനോപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.